നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ പ്രതിഷേധിച്ച് ജന്തർ മന്ദറിൽ നിരാഹാര സമരം നടത്തിയ പ്രമുഖ വിദ്യാഭ്യാസ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുകിനെ ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടും സമരം തുടരുന്ന യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടും ഇൻഷുറൻസ് ജീവനക്കാർ LIC എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ LIC ഓഫീസുകൾക്ക് മുന്നിൽ കവാട യോഗങ്ങൾ നടത്തി. CBSE നീറ്റ് പരീക്ഷകളിൽ തുടർച്ചയായി ഉണ്ടാകുന്ന ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനോ സമരം നടത്തുന്ന സംഘടനകളോട് ചർച്ച നടത്താനോ തയ്യാറാവാതെ സമരത്തെ അടിച്ചമർത്താൻ നടത്തുന്ന ശ്രമങ്ങളെ യോഗങ്ങളിൽ അപലപിച്ചു. കണ്ണൂരിൽ നടന്ന പ്രതിഷേധ യോഗം LIC എംപ്ലോയ്മെന്റ് യൂണിയൻ കോഴിക്കോട് ഡിവിഷൻ പ്രസിഡന്റ് K. ബാഹുലയൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ കാസർഗോഡ് ജില്ലാ കോർഡിനേഷൻ കമ്മിറ്റി കൺവീനർ CC വിനോദ് അധ്യക്ഷത വഹിച്ചു. AM മനോഹരൻ, T. മാണി, പ്രദീപൻ കണ്ണോത്ത്, ദീപന ദിനേശ് എന്നിവർ സംസാരിച്ചു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു ഉത്തരവാദിത്വം വേണമെന്നുള്ളതാണ്, അക്കൗണ്ടബിലിറ്റി വേണമെന്നുള്ളതാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ആർക്കാണ് ഈ മേഖലയുടെ ഉത്തരവാദിത്വം എന്നുള്ള ജനങ്ങൾക്ക് അറിയേണ്ടത്. ആ രീതിയിൽ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ഈ രീതിയിൽ നിരന്തരമായി CBSE പരീക്ഷകൾക്കും അതുപോലെ തന്നെ നീറ്റ് പരീക്ഷ അതുപോലെയുള്ള മറ്റ് പരീക്ഷകളൊക്കെ തന്നെ ഈ രീതിയിൽ വൻതോതിൽ അഴിമതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി ഒരാൾ ഏറ്റെടുക്കണമെന്നും അത് കേന്ദ്രമന്ത്രി തന്നെ ആയിരിക്കണമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ ആയിരിക്കണമെന്നും അദ്ദേഹം രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ 21 ദിവസമായി ഡൽഹിയിൽ അദ്ദേഹം നിരാഹാരം കിടക്കുകയായിരുന്നു. അദ്ദേഹത്തെ ഇന്നലെ പെട്ടെന്ന് തന്നെ ഡൽഹി പോലീസ് ഇന്നലെയല്ല മിനിഞ്ഞാന്ന് ഡൽഹി പോലീസ് അദ്ദേഹത്തിന്റെ നിരാഹാര പന്തലിലേക്ക് കടന്നു വരികയും വല്ലാത്ത രീതിയിൽ ബലപ്രയോഗത്തിലൂടെ 21 ദിവസമായിട്ട് നിരാഹാരം കിടക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെ ബലപ്രയോഗത്തിലൂടെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായ രീതിയിൽ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രക്ഷോഭത്തെ ഇല്ലാതാക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ കരുതിയിരുന്നെങ്കിൽ അങ്ങനെയല്ല എന്നുള്ളത് അവിടെ വിദ്യാർത്ഥികളും യുവജനങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം സമരം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. അവിടെയൊക്കെ തന്നെ